ക്യാൻസർ രോഗമെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഭയമാണ് മുന്നിൽ വരുന്നത്. എന്താണ് ഇല്ലേ, നമ്മളെപ്പോഴും അല്ലേ ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെ രോഗങ്ങളുണ്ട് അല്ലേ ലോകത്ത് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ. ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കിഡ്നികളുടെ പ്രശ്നങ്ങളുണ്ട്, ലിവറിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ അസുഖങ്ങൾക്കൊക്കെ മരണം സംഭവിക്കാറുണ്ടല്ലോ. ഇത് ക്യാൻസറിൽ മാത്രമല്ല മരണം സംഭവിക്കുന്നത്. പക്ഷേ ആൾക്കാർക്ക് ക്യാൻസറിനെ കുറിച്ചുള്ളൊരു ഭയപ്പാട് വളരെ കൂടുതൽ. അത് എന്തുകൊണ്ടായിരിക്കും അല്ലേ? കാരണം നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? അതിനെ ക്യാൻസർ റിക്കറൻസ് എന്നുള്ള ഒരു ഇതായിരിക്കണം. ഒരു പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തതിന് ശേഷവും അത് തിരിച്ചു വരാനുള്ള പക്ഷേ അത് ഹാർട്ടിൽ ഇപ്പോൾ ഒരു പ്രാവശ്യം സ്റ്റെന്റ് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെന്റ് ഇടും നമ്മൾ. പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചു വരാറുണ്ട്. അതൊന്നും ആൾക്കാർക്ക് പേടിയില്ല. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ വ്യാപിക്കുമോ എന്നുള്ളതും പിന്നെ അതിനുള്ളത് ചേർന്നുള്ള മുമ്പുള്ള ആൾക്കാരുടെ മുമ്പുള്ള അനുഭവങ്ങൾ എല്ലാം അതിനൊരു കാരണമായിരിക്കാം. മാത്രമല്ല അവര് ചിലപ്പോൾ തുടക്കമുള്ള സ്റ്റേജ് ആയിരിക്കാം, അവർക്ക് പൂർണ്ണമായ അസുഖം മാറ്റി പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ അവർ വിചാരിക്കുന്നുണ്ടാവുക ഇതെന്തോ വലിയതാണ്, ഞാൻ മരിക്കാൻ പോവാണ്, നാളെ തന്നെ മരിക്കാം. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി തരാം, വളരെ റെയറായിട്ട് മാത്രമേ ക്യാൻസർ വന്ന് നാളെ ഒരാൾ മരിക്കാറുള്ളൂ. വളരെ കുറച്ച് കണ്ടീഷൻ കുറവാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ മിക്കവാറും കിട്ടാറുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഹാർട്ടിൻ്റെ ഒരു പ്രശ്നം വന്നാൽ അറ്റാക്ക് വന്ന് ഹാർട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 1-2 ദിവസമേ കിട്ടുള്ളൂ. അതുപോലെ അല്ല ക്യാൻസർ, നമുക്ക് പിടിച്ച് നമ്മൾ ഫൈറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ നമ്മൾ കൂട്ടി നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പോകാൻ പറ്റും. ചില സമയങ്ങളിൽ നമുക്ക് എല്ലാം വിഫലമായേക്കാം. പക്ഷേ അതിൽ തീരെ പറ്റില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വളരെ കുറവാണ്. അതെ, ഈവൻ വലിയ സർജറികൾ ചെയ്യുകയാണെങ്കിൽ പോലും ഈ തുടക്കത്തിൽ അവരെ ബേസിക്കലി ഭയത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എഡ്യൂക്കേഷനാണ്. അവരെ ബേസിക്കലി ട്രീറ്റ്മെൻറ്റ് ഏത് റൂട്ടിലൂടെ അവർ പോകണം എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ശതമാനം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും അല്ലെങ്കിൽ അനാവശ്യമായി മറ്റുള്ള പാരലൽ ട്രീറ്റ്മെൻറ്റ് മെത്തഡോളജികളിലേക്ക് പോവുകയും ഒരു 6 മാസം കഴിഞ്ഞ് ഫുള്ള് സ്പ്രെഡായിട്ട് വരുന്ന ഒരു രീതി ഇപ്പോൾ നല്ലൊരു വിഭാഗം ജനങ്ങളിൽ കുറവാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ തുടക്കത്തിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും അവരത് ഉൾക്കൊള്ളുന്നതുമാണ്. പിന്നെ അതിലുപരി പണ്ട് ദൂരെ പോയിരുന്ന് ചികിത്സിച്ചിരുന്ന കാര്യങ്ങൾ നമ്മളെ വീട്ടുമുറ്റം എന്ന് പറയുന്നത് പോലെ ഇന്ന് നമ്മൾ എല്ലാ ഏരിയകളിലും അവൈലബിൾ ആണ് ട്രീറ്റ്മെൻറ്റ്, സർജറി, റേഡിയേഷന്, കീമോതെറാപ്പി എല്ലാം. അതുപോലെ പത്തോളജിസ്റ്റ്, ഒരു എക്സ്പെർട്ട് പത്തോളജിസ്റ്റിൻ്റെ ഫെസിലിറ്റി അല്ലെങ്കിൽ റോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനെ പേഷ്യൻസിന് നമുക്കൊരു മുന്നേ ഉണ്ടായിരുന്ന പല വിഷമങ്ങളും അല്ലെങ്കിൽ ഫസ്റ്റ് ഏർലി സ്റ്റേജിൽ ട്രീറ്റ് ചെയ്യേണ്ട, കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏർലി സ്റ്റേജ്. എന്തുകൊണ്ടാണ് ഈ നമ്മൾ ഏർലി സ്റ്റേജിനെ കുറിച്ച് ഇത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഏർലി സ്റ്റേജ് എപ്പോഴും ഏത് അസുഖത്തിനാണെങ്കിലും നമ്മൾ തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ അത് പെട്ടെന്ന് പണ്ടൊക്കെ നമ്മൾ കാഷ്വാലിറ്റിയിൽ തെങ്ങിൽ നിന്ന് വീണ ആളെ കൊണ്ടുവരുമ്പോൾ ഒരു 1/2 മണിക്കൂർ മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് രക്ഷിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഡയലോഗുകളൊക്കെ കാണാം. പക്ഷെ അതുപോലെ അല്ല, നമ്മൾ ക്യാൻസറിൽ എന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റേജിൽ നമ്മൾ ഒരു അസുഖം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യാപന ശേഷി കുറവായിരിക്കും. ക്യാൻസർ കോശങ്ങൾ എല്ലാ സമയത്തും ഒരേപോലെയല്ല പെരുമാറുന്നത്. ഓരോ സ്റ്റേജുകളിലും അതിൻ്റെ പെരുമാറ്റം വ്യത്യസ്തമായി വരാം. അപ്പോൾ തുടക്കമുള്ള സ്റ്റേജുകളിൽ അവർ ചിലപ്പോൾ അവിടെ തന്നെ ഒതുങ്ങിക്കൂടാനുള്ള ഒരു ശേഷിയായിരിക്കും അവർക്ക് കൂടുതലുണ്ടാവുക. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് രക്തനാളങ്ങളിലൂടെ സ്പ്രെഡ് ചെയ്ത് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ശേഷി അവർ കൈവരിക്കും. കാരണം എന്താ വെച്ചാൽ അവിടെ അവർക്ക് സ്ഥലമില്ല, വേറെ സ്ഥലത്തേക്ക് പോകണ്ടേ. അപ്പോൾ അവിടെ സ്ഥലമില്ലെങ്കിൽ കോമ്പറ്റീഷൻ ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നമുക്കൊരു സ്ഥലത്ത് ജോലി ഇല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് പോകുന്ന പോലെ തന്നെ ക്യാൻസർ കോശങ്ങളുടെ ഇടയിലും കോമ്പറ്റീഷനുണ്ട്. അപ്പോൾ അവർ ഒരു സ്ഥലത്ത് അവർക്ക് ഏകദേശം നിറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ആ നിറയുന്ന സ്റ്റേജിൽ നിന്ന്, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഇതുപോലെയല്ല, എന്നാലും ആ ഒരു നിറയുന്ന സ്റ്റേജിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് പൂർണ്ണമായും എളുപ്പത്തിൽ എടുത്തു കളയുകയാണ്, നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം. ബ്രസ്റ്റ് ക്യാൻസറുകളുള്ളവർക്കൊക്കെ നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ അവർക്ക് ബാക്ക് ടു നോർമൽ ലൈഫ് തന്നെയല്ലേ. ഒരു 6 മാസം കൊണ്ട് ബാക്ക് ടു നോർമൽ ലൈഫാണ്. പിന്നെ ഒരു ഗുളിക എന്തെങ്കിലും കഴിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ആ ഒരു ചിന്താഗതി ഇപ്പോഴും ആൾക്കാരിലില്ല. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആ ഭയപ്പാട് ഇപ്പോഴും ഉണ്ട്. ക്യാൻസറിനെ കുറിച്ചുള്ള എപ്പോഴും ഉള്ളൊരു അവബോധം, ക്യാൻസർ നമ്മൾ ഉള്ള ആളെ അറിയിക്കണമെന്നുള്ളൊരു സംശയം എപ്പോഴും ഉണ്ടാവും അല്ലേ. നമ്മളെല്ലാവരും ഡോക്ടറെ, എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് അധികം ഡോക്ടറെ വന്ന് കഴിഞ്ഞാൽ ഡോക്ടറെ ഇപ്പം സംസാരിക്കണ്ട, നമുക്ക് രോഗിയെ പുറത്തിരുത്താം എന്നിട്ട് സംസാരിക്കാം, അമ്മയോടൊന്നും പറയണ്ട. ശരാശരി ഒരു മലയാളിക്ക് ഇതൊക്കെ മനസ്സിലാവാത്ത
ഒരു മലയാളി ഒന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ അഭിപ്രായം അല്ലേ? പേഷ്യൻ്റ് റിലേറ്റീവ് രണ്ടുപേരെയും ഇത് നിർബന്ധമായും അറിയിക്കണം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള ഒരു സപ്പോർട്ട് ട്രീറ്റിംഗ് ഡോക്ടേഴ്സ് എന്നുള്ള രീതിയിൽ എല്ലാവരും പേഷ്യൻറ്റിന് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നിർബന്ധമായും അവർ തിരിച്ചു കയറി വരും. പേടിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിഫറിയിൽ നിന്നാണ് ബേസിക്കലി ക്യാൻസർ ഡയഗ്നോസ് ആവുന്നത്. അവരാകെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ പലപ്പോഴും ഭയങ്കര ഏർലി സ്റ്റേജ് ആയിരിക്കാം, അല്ലെങ്കിൽ 4th സ്റ്റേജ് ആയിരിക്കാം ആണെങ്കിൽ, പക്ഷേ ഡോക്ടർ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തോ ഒരു തടിപ്പുണ്ട്, ഉടനെ പോയി ഓങ്കോളജിസ്റ്റിനെ കാണണം എന്നുള്ള രീതിയിൽ ആളുകളെ ഇത് ചെയ്യുന്നു. ശനിയാഴ്ച ആയിരിക്കും ഡയഗ്നോസ് ഉണ്ടാവുക. ഈവൻ മൺഡേ ആയിരിക്കും അവരെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട്. ഈ 24 മണിക്കൂർ തീ തിന്നുന്നു. 24 മണിക്കൂർ കഴിഞ്ഞ് തിങ്കളാഴ്ച പ്രോപ്പർലി നമ്മൾ പേഷ്യൻ്റെ വളരെ ലാഘവത്തോടെ സിമ്പിളായിട്ട് ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. അൺനെസസറി ഒരു 2 ദിവസം പേഷ്യൻ്റ് തീ തിന്നുക എന്നുള്ളതാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. സ്റ്റേജ് 4 എന്ന് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാരുടെ വിചാരം നാളെ മരിച്ചു പോകുന്നുള്ളതാണ്. അതെ, ഇങ്ങനെ നാളെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരാൾ വന്നായിരുന്നു, ഒരു അമ്മ. ഡോക്ടറെ ഇനി ചികിത്സയൊന്നും കൊടുക്കണ്ട, ഭാഗ്യത്തിന് അതൊരു EGFR മ്യൂട്ടേറ്റഡ് ലങ് ക്യാൻസർ ആയിരുന്നു. അവർ ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല. ഇപ്പോൾ ഇന്നും എന്നെ കാണാൻ വന്നു. ഇപ്പോൾ എത്ര നാളായി? 2 വർഷം കഴിഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ഇതുവരെ അവരെ അഡ്മിറ്റ് ആക്കിയിട്ടില്ല. പറയുമ്പോൾ സ്റ്റേജ് 4 ആണ് ഡോക്ടറെ. അടുത്തൊരു പോയിന്റ് ആണ് ബയോപ്സി നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ പേഷ്യന്റ് തുടങ്ങി ടെൻഷൻ തുടങ്ങി. ബയോപ്സി റിപ്പോർട്ട് വരണം. ബയോപ്സിക്ക് മിനിമം 5 days 3 to 5 days മിനിമം വേണം. പിന്നെ അതിന്റെ പുറമെ എക്സ്ട്രാ ടെസ്റ്റുകൾ. പിന്നെ എപ്പോഴും നമുക്ക് ഈ ഡോക്ടറെ ഈ ബയോപ്സിക്കൊക്കെ എന്താ പൈസ, ഇത് കഴിഞ്ഞിട്ട് കുറേ ടെസ്റ്റുകൾ നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഇതെന്തുകൊണ്ടാണ്? അതൊക്കെ പലപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യം അതല്ലേ. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഇതിൻ്റെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് അവരുടെ അസുഖം എത്ര കൃത്യമായി കണ്ടുപിടിക്കാൻ നമ്മൾ അവരെ സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ബോധക്കുറവാണ് ഈ ഇതിൻ്റെയൊക്കെ ചോദ്യങ്ങൾ. അതിലുപരി ജനറ്റിക് മ്യൂട്ടേഷൻ എന്നുള്ള ഓരോ ഏത് മ്യൂട്ടേഷൻ ഏത് ഡ്രഗ് എന്നുള്ള രീതിയിലുള്ള ഇന്ന് 2 വർഷം അമ്മ ജീവിച്ചിരിക്കുന്നത് ഞാൻ ആ മ്യൂട്ടേഷൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊടുത്ത മരുന്നുകൊണ്ടാണ്. അതെ, ഇന്നില്ലായിരുന്നെങ്കിൽ അത് ഒരു 10 വർഷം മുമ്പായിരുന്നെങ്കിൽ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് കൈമലർത്താനേ സാധിക്കുകയുള്ളൂ. പക്ഷേ ആ 10 വർഷം മുമ്പുള്ള സിറ്റുവേഷൻ തന്നെയാണ് ആൾക്കാർ ഇന്നും ആണെന്ന് വിചാരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആൾക്കാർ, ഞാൻ പറയുന്നത് ക്യാൻസർ രോഗികളെ എല്ലാം നമ്മൾ ഭയങ്കര അഡ്മിറ്റാക്കി കാശ് മൊത്തം കളഞ്ഞ് ആവശ്യമില്ലാത്ത രീതിയിൽ ടെസ്റ്റുകൾ ചെയ്ത് ചികിത്സിക്കണം എന്നല്ല. പക്ഷേ നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ അവർക്ക് പറ്റുന്ന രീതികൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു വിഭാഗം ആൾക്കാരെ നമുക്ക് കുറേ കാലത്തേക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ കൊണ്ടു നടക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റേജ് 4 എന്ന് പറയുന്ന അസുഖത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 6 മാസം തികക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ നമുക്കിപ്പോഴും അവർ മരുന്ന് കഴിച്ച് സുഖമായി നമ്മളെ കാണാൻ വരുന്നതുകൊണ്ട് സന്തോഷം അത് വലിയ വലുതാണ്. സ്റ്റേജ് 4 ആക്ച്വലി ഒരു സർജിക്കൽ ഒരു കറണ്ട് പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി സ്റ്റേജിന് സർജറി അവോയ്ഡ് ചെയ്യുക, സ്റ്റേജ് 4 സർജറി ചെയ്ത് അവരെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരിക. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളറക്ടൽ ക്യാൻസർ അല്ലെങ്കിൽ വൻകുടലിൻ്റെ ക്യാൻസർ ലിവറിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു. ആ കാര്യങ്ങൾ പണ്ട് അവരെ നമ്മൾ എഴുതി തള്ളിയിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നാളെ ഞാൻ മരിക്കും, എൻ്റേത് സ്റ്റേജ് 4 ആണെന്ന് പറഞ്ഞു. ആ കൺസെപ്റ്റ് മാറിയിട്ട് ആക്ച്വലി അതിന് കീമോതെറാപ്പി കൊടുത്ത് അസുഖത്തിനെ ചുരുക്കി അത് കഴിഞ്ഞിട്ട് ലിവറും അതിൻ്റെ പുറമെ കുടലും രണ്ടും സർജറി ചെയ്യാന്നുള്ള ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ മൊബൈല് ടെക്നോളജി ഇതെല്ലാം മാറിയിട്ടുണ്ട്. വിളിച്ച് എന്താ പറയുക, സാധാ ടെലിഫോൺ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഉപയോഗിക്കുന്നത് പോലെ മെഡിസിൻ്റെയും സർജറിയുടെയും സ്റ്റഡീസിൻ്റെയും സപ്പോർട്ടോടുകൂടി പേഷ്യൻ്റെ ഫുൾ ട്രീറ്റ്മെൻറ്റ് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഒരുപക്ഷെ ഉൾക്കൊള്ളണില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും ആൾക്കാരുടെ ഒരു ധാരണ ഇതൊക്കെ വലിയ വില കൂടിയ ചികിത്സയല്ലേ, ഞങ്ങൾക്ക് പ്രാപ്യമാവുമോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷനും കൂടി എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എല്ലാ സമയത്തും നമ്മൾ ചികിത്സ ചിലപ്പോൾ വില കൂടിയ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ 100 രൂപയുടെ മരുന്ന് വെച്ച് വരെ ചിലർക്ക് വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റാറുണ്ട്. അപ്പൊ അത് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം നമ്മൾ എന്തായാലും നടത്തണം. പത്തോളജിസ്റ്റ് ആക്ച്വലി ഭയങ്കര വലിയ റോളാണ് ഇപ്പൊ കറന്റ് പ്രത്യേകിച്ച് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനറ്റിക് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ്, അതേപോലെ IHC ടെസ്റ്റിംഗ്. അത് IHC ടെസ്റ്റിംഗ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, എന്താണെന്നൊരു നമ്മൾ ഒരു ബയോപ്സിയിൽ നമ്മൾ ആദ്യം ചെയ്യുക ഒരു പ്രാഥമിക ടെസ്റ്റ് ആയിട്ടുള്ള HNE സെക്ഷനാണ് ചെയ്യുക. അതിലാണ് നമുക്ക് ഏത് തരത്തിലുള്ള ക്യാൻസർ ആണ്, എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിലാണ് സെൽ ഓഫ് ഒറിജിൻ ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് അതിലൂടെയാണ്.
എന്നാൽ നമ്മൾ ഒരു ഇമ്യൂണോഹിസ്റ്റോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ടെസ്റ്റാണ്. ഇതിൽ നമ്മൾ ചില മോളിക്കുലാർ മാർക്കേഴ്സ് വെച്ചിട്ട് നമ്മൾ അത് ഏത് എക്സാക്ട് ഒറിജിൻ, അതായത് നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള രോഗികൾക്ക് വരുമ്പോൾ, നമ്മളൊരു സ്കൂളിലെ കുട്ടി ഏതാണെന്ന് അറിയണമെങ്കിൽ ആ സ്കൂളിലെ കുട്ടിയുടെ യൂണിഫോം അല്ലേ ഇട്ട് കൊടുക്കണ്ടേ. അപ്പം നമ്മൾ ആദ്യം കാണുന്ന ഒരു കോശങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ യൂണിഫോം ഇടാത്ത കുട്ടികളാണ്. നമ്മളത് ചില സ്പെഷ്യലായിട്ടുള്ള മഷികൾ ഇടുന്നത് വഴി ആ കുട്ടികൾ ഓരോ യൂണിഫോം ധരിക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ആ യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത് നമുക്ക് കൂടുതൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? മെഡിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ രോഗനിർണയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് എന്ന് പറഞ്ഞാൽ ലങ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒറ്റ ക്യാൻസറേ ഉള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അഡിനോ കാർസിനോമ, സ്ക്വാമസ് സെൽ കാർസിനോമ, സ്മോൾ സെൽ കാർസിനോമ, നോൺ സ്മോൾ സെൽ എന്ന് പറയുന്നതാണ് ഈ സ്ക്വാമസും അഡിനോ കാർസിനോമ, ലാർജ് സെൽ ന്യൂറോ എൻഡോക്രൈൻ കാർസിനോമ, എല്ലാം ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഞങ്ങളുടെ ചികിത്സാ രീതികൾ മാറി. പണ്ട് ലങ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സ, ഫലിച്ചാൽ ഫലിച്ചു, ഫലിച്ചില്ലെങ്കിൽ പോയി. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഫലിച്ചില്ലെങ്കിൽ അടുത്ത വഴി എന്ത്, അടുത്ത എന്തുകൊണ്ട് ഫലിക്കുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മുടെ പഴയ റിപ്പോർട്ട്, ഡോക്ടർ എന്തിനാ പഴയ റിപ്പോർട്ട്, ഇങ്ങനെ പഴയ റിപ്പോർട്ട് അറിയുന്നതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും പഴയ റിപ്പോർട്ട് നോക്കുന്നതിൻ്റെ കാര്യം? എവിടെയെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റി ചിന്തിക്കാനുണ്ടോ? എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം വരുത്താൻ കഴിയുമോ? നമ്മൾ ചിന്തിക്കുന്നിടത്തു നിന്നാണ് നമുക്ക് പുതിയ പുതിയ ഉത്തരങ്ങൾ കിട്ടുന്നത്. ആ ഒരു രീതിയിലാണ് നമ്മൾ എപ്പോഴും. ഇപ്പോൾ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ് അയാളെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത്. അത് അയാളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുക്കുക എന്നുള്ളത്. അത് സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ടല്ല ഒരു ഡോക്ടർ ഒരിക്കലും അതെ. അയാൾക്ക് അസുഖം മാറുന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ ആ ലക്ഷങ്ങൾ വരുന്ന മരുന്ന് ഇന്ന് കിട്ടാൻ നമുക്ക് സാധ്യമാണ്. സോഷ്യൽ മീഡിയയും ഹെൽപ്പിംഗ് ഗ്രൂപ്പുകളും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. ഒരിക്കലും ഒരു മരുന്ന് പൈസ കാരണം കിട്ടാൻ പാടില്ലാത്ത സ്ഥിതി ഒരാൾക്കും വരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് നമുക്ക് ഈസി ആയിട്ട് കളക്ട് ചെയ്യിപ്പിച്ചെടുക്കാനും വരും. അസുഖം മാറുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഏത് മരുന്ന് എവിടുന്ന് നിർബന്ധമായി നമ്മൾ വരുത്തണം. കാരണം നമ്മൾ രക്ഷിക്കാൻ പോകുന്ന ഒരു ജീവനാണ്. ആ ആള് നമ്മളെ വന്ന് തിരിച്ച് കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം നമുക്ക് ലോകത്ത് വേറെ എന്തിനും കിട്ടില്ല. എന്തു പറയുന്നു അല്ലേ? കാരണം നമ്മുടെ ഡോക്ടർമാരുടെ എപ്പോഴും ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. പക്ഷെ ചില സമയത്ത് നമ്മൾ ആ കാഴ്ചപ്പാടിനെ തെറ്റി ഇയാൾ എന്തിന് മരുന്നുകൾ വീണ്ടും ആലോചിക്കുന്നു, ഇനി ഇപ്പോൾ എന്താ കാര്യം. നമ്മളൊരിക്കലും, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടിരിക്കേണ്ട ആൾക്കാർ. പോസിറ്റിവിറ്റി ഞങ്ങൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ രോഗിക്ക് വേണ്ടി ചിന്തിക്കാൻ ആരാളുള്ളത്? ഒരിക്കലും ഞങ്ങൾ നെഗറ്റീവായി ചിന്തിക്കില്ല. അയാളെ ബുദ്ധിമുട്ടിക്കാതെ ഏതൊക്കെ രീതിയിലുള്ള ചികിത്സ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കൊടുക്കണം. എന്താ നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണതിൽ, അല്ലേ? ഇപ്പോൾ ഞാൻ വളരെ വൈകിട്ടാണ് ഷാഹിന ഡോക്ടറെ വിളിച്ചു ചോദിക്കും, ഷാഹിന ഡോക്ടറെ അത് തന്നെ ഉറപ്പല്ലേ? അപ്പോൾ ഷാഹിന ഡോക്ടർക്ക് ഒരു ശക, അതെന്ത് ഇയാൾ വീണ്ടും വിളിച്ചു ചോദിക്കുന്നത്? ആ ഡോക്ടർ വിളിച്ചു ചോദിക്കുന്നത് അത് ഉറപ്പല്ലേ എന്ന് അയാൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഷാഹിന ഡോക്ടറെ ഡൗട്ട് ഉണ്ടായിട്ടല്ല. അതേപോലെ തന്നെ ജംഷീദ് ഡോക്ടറെ നമുക്ക് എന്തായാലും സർജറി ചെയ്തെടുക്കാൻ പറ്റില്ലേ? അപ്പോൾ ജംഷീദ് ഡോക്ടർ പറയും നമുക്ക് എന്താ ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത് നമ്മളെ രോഗിയോട് പറയുമ്പോഴുണ്ടാകുന്ന ആ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ കോൺഫിഡൻസ് രോഗിയിൽ കൊടുത്ത്, കാരണം ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴെല്ലാവരും അവരുടെ കോൺഫിഡൻസ് ലെവൽ വളരെ ലോ ആയിട്ടായിരിക്കും വരുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെല്ലാവരും അതിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതേ രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ പെരുമാറുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് രോഗിയെ മാറ്റി കൊണ്ടുവരണമെങ്കിൽ കൗൺസിലിംഗ് നമ്മൾ വേറെ ആൾക്കാരെ ഏൽപ്പിക്കുന്നതിൽ എന്ത് കാര്യമാണ്? കാരണം വെച്ചാൽ നമ്മുടെ വായിൽ നിന്നാണ് അവർക്ക് കേൾക്കേണ്ടത്. നമ്മുടെ വായിൽ നിന്ന് കേൾക്കാതെ നമുക്ക് വേറെ കൗൺസിലിംഗ്, കാരണം വെച്ചാൽ ചികിത്സിക്കുന്ന ഡോക്ടർ ഉറപ്പ് പറയാതെ വേറെ ഒരാൾക്കും ഒരു ഉറപ്പും രോഗിക്ക് കൊടുക്കാൻ പറ്റില്ല. കേരളത്തിൻ്റെ ഡെത്ത് ആവണ ഏജ് അല്ലെങ്കിൽ നമ്മളൊരു ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് പണ്ടൊരു 50-60 ആയിരുന്നു, ഒരു 10-20 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ്. അത് മാറിയിട്ട് ഒരു എബവ് 70 അല്ലെങ്കിൽ 80 കാണാതെ ഒരാൾ നമ്മൾ മരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പാരലലി നമ്മളെ ടിഷ്യൂസിൻ്റെ ഗ്രോത്ത് ഓവറാവുന്നു, അതുകൊണ്ട് തന്നെ ബേസിക്കലി ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ക്യാൻസറുകളിൽ 2-3 ഒന്നാണ് കോളൻ ക്യാൻസർ. ബേസിക്കലി കൊളോണോസ്കോപ്പി എടുക്കുന്നു, ഗ്യാസ്ട്രോൻട്രോളജി കൊളോണോസ്കോപ്പി എടുക്കുന്നു, ബയോപ്സി എടുക്കുന്നു. ആ രീതിയിലാണ് കൊളോണോസ്കോപ്പി ഡയഗ്നോസിസ് വരുന്നത്. അപ്പോൾ പിന്നെ മാഡത്തിന് എന്താണ് അതിൽ റോള്, പത്തോളജി റോൾ എന്താണ്? കൊളോണോസ്കോപ്പി വഴി നമുക്ക് കിട്ടുന്നത് വളരെ ചെറിയ ബയോപ്സിയാണ്. അതിൽ നമ്മൾ എന്താണ് ടിഷ്യൂ ഓഫ് ഒറിജിൻ, ഇതൊരു ഏത് തരത്തിലുള്ള മാലിഗ്നൻസി ആണ്, അങ്ങനെ രീതിയിലുള്ള റിപ്പോർട്ട് മാത്രമാണ് ഒരു കൊളോണോസ്കോപ്പി ബയോപ്സിയിൽ നിന്ന് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞ് ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഫർദർ ട്രീറ്റ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ക്യാൻസർ ചികിത്സയിൽ നമുക്ക് ഒരു
ക്യാൻസർ ഉണ്ടെന്ന് കാണിക്കുന്ന റിപ്പോർട്ട് മിക്കവാറും ആവശ്യമാണ്. കാരണം നമ്മൾ എപ്പോഴും നമുക്ക് ചെയ്യുന്ന സർജറി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മരുന്നുകളാണെങ്കിലും എല്ലാം വെറുതെ നോർമലായിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കത്തില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി, ആ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആ ബയോപ്സി റിപ്പോർട്ട് കൺഫേം ചെയ്ത് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാറുള്ളൂ. ബയോപ്സി ഒരിക്കൽ കൺഫേം ആവുകയാണെങ്കിൽ ബേസിക്കലി കോളൻ അല്ലെങ്കിൽ വൻകുടലിൻ്റെ പ്രധാനപ്പെട്ട തുടക്കത്തിലുള്ള ഒരു 1.5 മീറ്ററുള്ള ലെങ്ത്തിലുള്ളതാണെങ്കിൽ ബേസിക്കലി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇനീഷ്യലി സർജറിയാണ് വരിക. അത് തന്നെ വലതുഭാഗത്താണെങ്കിൽ പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യേണ്ടത് രക്തക്കുറവ്, അപ്പോൾ ക്ഷീണം, തളർച്ച എന്നുള്ള രീതിയിലായിരിക്കും. അപ്പം എനിക്ക് ഇതിൽ പറയാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എബോവ് 50 ഒരു അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ്, അനീമിയ എന്നൊക്കെ പറഞ്ഞ് വളരെ കോമൺ ആയിട്ട് എല്ലാ മലയാളിക്കും മനസ്സിലാവുന്ന ഒരു അസുഖമായി മാറി. നമ്മൾ ഹെൽത്ത് അവെയറാണ് അത്രയും. അപ്പോൾ അനീമിയുള്ള പേഷ്യൻ്റ് നിർബന്ധമായും ഫർദർ ടെസ്റ്റുകൾ അറ്റ്ലീസ്റ്റ് ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഒപ്പീനിയൻ എങ്കിലും വാങ്ങണം. വെറുതെ അയണിൻ്റെ ടാബ്ലറ്റ്സ് എടുക്കുക എന്നിട്ട് 6 മന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൊളോണോസ്കോപ്പിയിലേക്ക് നീങ്ങുന്നതിന് പകരം നമ്മൾ ഈ ലെവലിൽ വെച്ചിട്ട്, അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒത്തിരി ആളുകൾ നമ്മുടെ ഇവിടെ നേരത്തെ കണ്ടുപിടിക്കുന്ന കോളൻ ക്യാൻസറുകളുടെ എണ്ണം നല്ലതാണെങ്കിൽ കൂടി ചില സമയത്ത് നമ്മൾ ഈ അവഗണന മൂലം, അതായത് ഇങ്ങനെ രക്തക്കുറവ് കണ്ടിട്ട് അവഗണിക്കുന്നു, അതേപോലെ മലബന്ധം ശ്രദ്ധിക്കാതെ പോവുക, അല്ലെ ഇടയ്ക്കിടെയുള്ള വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ആ നേരത്തെ കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്നുണ്ട്. അത് പലപ്പോഴും അത് ലിവറിലേക്കോ ലങ്സിലേക്കൊക്കെ പോയതിന് ലങ്സിലേക്ക് ലിവറിലേക്ക് പോകുന്നതിലുപരി ഏർലി സ്റ്റേജിലാണ് നമ്മൾ കണ്ടുപിടിക്കുക നോഡൽ ഡിസീസസ് ഇല്ല, അല്ലെങ്കിൽ നോഡൽ ക്യാൻസറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോഡൽ സ്പ്രെഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഒരു പക്ഷേ സർജറി ചെയ്ത് പേഷ്യന്റ് വെറും ഒബ്സർവേഷൻ മാത്രം ആവശ്യമാണ് കൊടുക്കാം. പക്ഷേ അത് ഈവൻ നമ്മൾ സർജറിക്ക് മുമ്പ് തന്നെ വളരെ ഏർലി സ്റ്റേജിലാണെങ്കിൽ നമുക്കത് കൊളനോസ്കോപ്പി വഴി തന്നെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്നുള്ള സ്റ്റേജിൽ നമുക്ക് അതിനെ റിമൂവ് ചെയ്ത് കളയാൻ വരെ നമുക്കിന്ന് ഓപ്ഷൻസ്, ഫെസിലിറ്റീസ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫോളോ അപ്പ് കൃത്യമായി ചെയ്യണം. അത് റിമൂവ് ചെയ്തല്ലോ, ഇനിയൊന്നും ഇല്ല, ഈ ഫോളോ അപ്പ് ആണ് ബേസിക്കലി ക്യാൻസറിലെ ഏറ്റവും ആളുകളെ പേടിപ്പെടുത്തുന്നത്. 5 വർഷം പോലും ഫോളോ അപ്പ് നമ്മൾ പറയുന്നു. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അതിന് എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ഒരു വണ്ടി കേട് വന്നു കഴിഞ്ഞാൽ നേരാക്കി കഴിഞ്ഞാൽ അത് ആ പാർട്ട് ശരിയായി ഓടുന്നില്ലേ നമ്മൾ വീണ്ടും അറ്റ്ലീസ്റ്റ് നോക്കുകയെങ്കിലും ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ് ഇത് നമ്മളങ്ങനെ ഫോളോ അപ്പിനെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളിതെല്ലാം ഓക്കെ ആണ് എന്ന് 100% ഫോളോ അപ്പ് ചെയ്ത് പോകുമ്പോൾ നമുക്കത് ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഇതെന്തായാലും തിരിച്ചു വരുന്നുള്ളൊരു ഉറപ്പത്തിലല്ല. ഇപ്പോൾ പണ്ട് എനിക്കിതിൽ അഡീഷണൽ ആയിട്ട് ഒന്ന് പറയാനുള്ളത്, പണ്ട് 5 ഇയർ ഫോളോ അപ്പ് ഒക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ 5 ഇയർ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഈവൻ ബ്രസ്റ്റ് ക്യാൻസറിലാണെങ്കിലും മറ്റു ചില ഇതിലൊക്കെ മോർ ദാൻ 5 ഇയേഴ്സ് നമ്മൾ പറയുന്നത് നമ്മൾ അത്രയും ധൈര്യപ്പെടുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെ പേഷ്യൻസ് തന്നെ 5 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ 5 വർഷത്തിനുള്ളിൽ വെച്ചു, നമ്മൾ 5 വർഷം, അത് ഒരു 5 വർഷം എന്ന് പറഞ്ഞാൽ നമ്മളും രോഗിയും നമ്മളൊരു ആത്മബന്ധം ആ രീതിയിൽ അവരുടെ ഒരു ഭാഗമായി മാറുകയാണ്. നമ്മൾ അവരെ കാണുന്നതും അവരുടെ ജീവിതത്തിലുള്ള പല സന്തോഷങ്ങളും നമ്മൾ ഒരുമിച്ച് പങ്കുചേരുന്നത് കൊണ്ട് അവർ നമ്മളെ ഒരു ഭാഗമായിട്ട് കാണുക. നമ്മൾ ഒരു മെഡിക്കൽ ഓങ്കോളജി ആകുമ്പോൾ അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെയാണ് ആശ്വാസം കാണുന്നത്. അപ്പോൾ അങ്ങനെ അവർ നമ്മളോടൊരു നല്ല അറ്റാച്ച്മെൻറ്റും ഇതും ഡെവലപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മളെ അവർ കാണുക. അപ്പോൾ ഒരു ഫോളോ അപ്പ് എന്നുള്ളതല്ല, ഒരു കൂടിക്കാഴ്ച രീതിയിലേക്ക്. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന 5 വർഷം നോക്കണ്ടേ, അങ്ങനെയല്ല അല്ലേ? എങ്ങനെ എന്ത് തോന്നുന്നു? അല്ല, നമ്മളെപ്പോഴും കാണുന്ന ഒരു രീതി അതാണ്. നമുക്ക് അവരോടുള്ള ഒരു സന്തോഷം. ഇപ്പോൾ സർജറി കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് രോഗി വരുമ്പോൾ ഡോക്ടർക്കുണ്ടാകുന്ന സന്തോഷവും അവരോടുണ്ടാകുന്ന ഒരു അറ്റാച്ച്മെൻറ്റും എല്ലാം ഡിഫറെൻ്റ് ആണ്. മേ ബി അതെന്നും സർജറി ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ക്യാൻസർ സർജറിക്ക് 2 ഭാഗം, പ്രധാനമായി 2-3 ഭാഗങ്ങളാണല്ലോ. ഒന്ന്, നമ്മൾ പ്രോപ്പർലി കോളൻ ക്യാൻസറിലാണെങ്കിൽ അതിന് മാർജിൻസ് കൊടുക്കണം. മാർജിൻസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കം ട്യൂമറിൻ്റെ മുൻഭാഗവും പിൻഭാഗവും നോർമൽ ട്യൂമർ ടിഷ്യൂവിലുപരി നമ്മൾ എക്സ്ട്രാ നമ്മൾ കൊടുത്തതിന് ശേഷം അത് ഒഴിവാക്കുന്നു. അതിലുപരി അധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ആ ക്യാൻസർ തിരിച്ചു വന്നു പറയും. അപ്പോൾ തിരിച്ചു വരുന്നതിൻ്റെ ഒരു വലിയ കാരണം ലോക്കൽ റിക്കറൻസ്, അതായത് അവിടെ തന്നെ സർജറി ചെയ്ത ഭാഗത്ത് തന്നെ തിരിച്ചു വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ അഡിക്വേറ്റ് ആയിട്ടുള്ള രണ്ട് സൈഡിൽ നിന്നുള്ള റിസെക്ഷൻ മാർജിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കഴലുകൾ കൃത്യമായി റിമൂവ് ചെയ്യുക എന്നുള്ളതും
വളരെ ഒരു വലിയ ഫാക്ടറാണ്. ക്യാൻസർ സർജറിയുടെ ബേസിക് 2 പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന് മാർജിൻസ്, പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ മാർജിൻ, അതിൻ്റെ മുൻഭാഗവും പിൻഭാഗവും താഴ്ഭാഗവും മേൽഭാഗവും, ഈ മാർജിൻസ്. അതിലുപരി ഒന്നുകൂടെ ഉണ്ട്, അതിൻ്റെ കൂടെ കഴലകൾ. പല്ലിൽ നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കഴുത്തിൽ കഴലകൾ വീങ്ങുന്നത് പോലെ ക്യാൻസറിലുള്ള കോശങ്ങൾ കഴലകളിലേക്കുള്ള സമീപ കഴലകളിലേക്ക് നീങ്ങുകയും അത് കണ്ടുപിടിക്കുന്ന റോള് ആക്ച്വലി ബേസിക്കലി പത്തോളജിസ്റ്റ്, ഫ്രോസൺ, ഈ 2 കാര്യങ്ങളാണ് ബേസിക്കലി അതിൽ ഉള്ളത്. ഈ ഫ്രോസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടിഷ്യൂ നമ്മൾ സർജറി സമയത്ത് തന്നെ അതിൽ മാർജിൻസ് ഇൻവോൾവ് ആണോ, നമുക്ക് ചില ഭാഗങ്ങളിൽ സംശയം മാത്രമേ ഉണ്ടാവുള്ളൂ ട്യൂമർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് അതേ സമയത്ത് തന്നെ റിപ്പോർട്ടാക്കുന്ന രീതിയാണ് ഫ്രോസൺ സെക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു സാധാരണക്കാരൻ ചോദിക്കുകയാണെങ്കിൽ മാഡം എന്ത് പറയും, എന്താണ് അഡ്വാൻറ്റേജ്? ഫ്രോസൺ ഇല്ലാതെ സർജറി ചെയ്താൽ എന്ത് സംഭവിക്കും? മാർജിൻ്റെ റിസെക്ഷനൊക്കെ നമുക്ക് ഒന്നുകിൽ കൂടുതൽ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറവായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സാധാരണ നമ്മളൊരു ടിഷ്യൂന്ന്, അതായത് ബയോപ്സി റിപ്പോർട്ട് ആവാൻ സാറ് പറഞ്ഞിരുന്നല്ലോ നേരത്തെ 4 to 5 days എടുക്കും എന്നുള്ളത്. അത് കുറച്ചും ഈവൻ അവേഴ്സ് കൊണ്ട് റിപ്പോർട്ട് തരുന്ന കംപ്ലീറ്റ്നെസ് ഓഫ് സർജറി ക്യാൻസർ സർജറി ക്യാൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന സർജൻ തന്നെ ചെയ്യണം. അതായത് ക്യാൻസറിന് സ്ഥിരമായിട്ട് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സർജൻ തന്നെ ചെയ്യുന്നതെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മൾ എപ്പോഴും നമ്മൾ പല സ്കാനുകൾ ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ എല്ലാ ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ സർജറിക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ കൃത്യമായിട്ടുള്ളൊരു പിക്ചർ അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ കറക്റ്റ് അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ വയറിനകത്തുള്ള പാളിയിലൊക്കെ അസുഖം പിടിച്ചു അപ്പോൾ ആ ഒരു സമയത്ത് സർജറി മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം ആ ക്യാൻസർ സർജറി ചെയ്യുന്ന സർജൻ്റെ അടുത്താണ്. പലപ്പോഴും നമുക്ക് ഒ പിയിൽ അല്ലെങ്കിൽ വരാറുള്ള കേസുകൾ റഫേർഡായിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ അതിലുണ്ടാകുന്ന പലപ്പോഴും ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ട ഒരു കേസ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുനിന്ന് ഒരു സർജറി ചെയ്തു, ആക്ച്വലി സർജറി ചെയ്തു, സർജറിക്ക് മുന്നേ എടുത്ത CT സ്കാനിൽ വളരെ എക്സ്റ്റെൻസീവായിട്ട് മറ്റു പല സ്ഥലങ്ങളിലും ഇൻവോൾവ് ആയിരുന്നു. ബേസിക്കലി ആ കേസിൽ പേഷ്യൻറ്റിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടൽ ഉറച്ച് മലബന്ധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ കേസിന് ഒരു ലെസ് ദാൻ 1 hour അല്ലെങ്കിൽ ഹാഫ് ആൻ അവറിൻ്റെ ഒരു സർജറി, ഒരു ഡൈവേർഷൻ എന്ന് പറയും, നമ്മൾ മലം വരാനുള്ളൊരു സംവിധാനങ്ങൾ മാത്രം ഒരുക്കി കൊടുത്ത് പേഷ്യൻറ്റിനെ നെക്സ്റ്റ് ഫർദർ ലൈഫ് ഈസി ആക്കാൻ വേണ്ടി കീമോതെറാപ്പിയിലേക്ക് വിടുകയാണ് ബേസിക്കലി അതിലുണ്ടാവേണ്ടിയിരുന്നത്. പക്ഷെ പലപ്പോഴും ഈ റിസെക്ഷൻ, മേജർ ഗ്രോസ് റിസെക്ഷൻ ചെയ്ത് അതിന് ശേഷമാണ് കീമോതെറാപ്പിക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കീമോതെറാപ്പിക്ക് അങ്ങനെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ മേജർ ഗ്രോസ് റിസെക്ഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള കുഴപ്പമില്ല, പക്ഷെ അത് ഒരു ഗുണകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചിലപ്പോൾ എത്തിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ അസുഖം ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ എത്ര എടുത്തിട്ടും നമുക്കത് വലിയൊരു ഗുണം ചെയ്യില്ല, അത് പിന്നീട് തിരിച്ചു വരും, കംപ്ലീറ്റ് ക്യൂറിലേക്ക് വരുന്നില്ല. മാത്രമല്ല അത് സമയം കൂടുതലെടുക്കും. രോഗി ഒന്ന് നോർമലായിട്ട് വരാൻ കുറേ സമയം എടുക്കും. ആ സമയത്തിനിടയ്ക്ക് അസുഖം ഉള്ള ഭാഗത്തുള്ള തന്നെ പിന്നെയും വർദ്ധിക്കാനുള്ള കീമോതെറാപ്പി ആക്ച്വലി ഏർലി കൊടുക്കാനുള്ള ഒരു വിൻഡോ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടും. പിന്നെ ഇത് ഈ ഒരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പത്തോളജിയിൽ നിന്ന് നമ്മൾ കാര്യമായിട്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു ബയോപ്സി കിട്ടിയാൽ ചെറിയൊരു കൊളോണോസ്കോപ്പിക് ബയോപ്സിയിൽ വഴി നമുക്ക് ആകെ ആ ട്യൂമർ എന്താണ് അതിൻ്റെ ഡിഫറൻസിയേഷൻ മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്നാൽ ഈ റിസെക്ഷൻ കഴിഞ്ഞ സ്പെസിമെനിലാണ് നമ്മൾ അതിൻ്റെ മാർജിനും ഈ പറഞ്ഞ പോലെ മുൻ പ്രോക്സിമൽ മാർജിനും ഡിസ്റ്റൽ മാർജിനും പിന്നെ ഈ കഴലകളിലേക്ക് ഇത് സ്പ്രെഡ് ആയിട്ടുണ്ടോ, എത്രമാത്രം ഇതിൻ്റെ സ്റ്റേജ് ഓഫ് ഡിസീസ് ഒക്കെ നമ്മൾ ഈ ലാർജ് നമ്പർ ഓഫ് നോട്ട്സ്, എത്രമാത്രം നോട്ട്സ് നമ്മൾ കിട്ടി, അതിൽ എത്ര എണ്ണത്തിൽ എത്തിയിട്ടുണ്ട് ട്യൂമർ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സ്റ്റേജ് വരുന്നത്. അപ്പോൾ അതെല്ലാം പറയാൻ കഴിയുക ഈ ആഫ്റ്റർ സർജറി. ബേസിക്കലി നോഡ് എടുക്കുന്നത് ആൾക്കാർക്ക് തോന്നി എന്താണ് ഈ സ്റ്റേജ്, ഡോക്ടർമാർ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേജ് 1, 2, 3, 4 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇവർ. പക്ഷേ എന്താണ് സ്റ്റേജുകൾ കൊണ്ട് എന്താണ് ഗുണം ശരിക്കും? സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് സ്ഥാനാർബുദം തന്നെ എടുക്കുക. സ്ഥാനാർബുദത്തിൽ ഇപ്പോൾ നമ്മൾ ലെസ് ദാൻ 2 centimeter ആണ് T1 ആയിട്ട് കരുതുന്നത് ഫസ്റ്റ് സ്റ്റേജ്. എനിക്ക് തോന്നുന്നത് സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ ആ അസുഖം അവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? സ്റ്റേജ് 2, 3 ചിലപ്പോൾ അസുഖം കുറച്ചും കൂടി വലുതായിരിക്കാം, അല്ലെങ്കിൽ കടലുകളിലേക്ക് ബാധിച്ചേക്കാം. സ്റ്റേജ് 4 എന്ന് പറയുന്ന അസുഖങ്ങളിലാണ് നമ്മൾ മിക്കവാറും പുറത്തേക്ക്. പക്ഷേ ചില ആൾക്കാർക്ക് ചിന്തിക്കുന്നത് സ്റ്റേജ് 4 ആയിക്കഴിഞ്ഞാൽ അസുഖം മാറ്റാൻ പറ്റില്ല. അങ്ങനെയല്ല. ഇപ്പോൾ സ്റ്റേജ് 4 ആയിക്കഴിഞ്ഞാൽ ലിംഫോമകൾ നമുക്ക് സർജറികളോ ഒന്നും ഇല്ലാതെ തന്നെ
ഫുള്ളായിട്ട് ലിംഫോമകൾ മാത്രമല്ല, ഈവൻ കോളൻ ക്യാൻസറുകളൊക്കെ നമുക്ക് ചില സമയത്ത് ഒലിഗോമെറ്റാസ്റ്റാറ്റിക് എന്ന് ഞങ്ങൾ വിളിക്കുന്ന ചെറിയ രീതിയിൽ ലങ്ങില് ശ്വാസകോശത്തിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്, കാലുകളിലുള്ള സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ അങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഒരു താക്കോൽ ദ്വാരത്തിലൂടെ നമുക്ക് സർജറി ചെയ്യുകയും അതിന്റെ കംപ്ലീറ്റ്നെസ് നമുക്ക് പത്തോളജിയിൽ മനസ്സിലാക്കുകയും ചെയ്ത് വാറ്റ്സ് എന്ന് പറയുന്ന രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പേഷ്യന്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട് ഓഫ് ഡിസീസ് ക്യൂർ എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ എപ്പോഴും നമ്മൾ ഈ ക്യൂർ എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ക്യൂർ എന്ന് പറയുന്നത് നമ്മൾ അസുഖം പൂർണ്ണമായി എടുത്തു, കുറച്ച് കാലം നമ്മൾ സമയം കൊടുത്തതിന് ശേഷം അസുഖം തിരിച്ചു വരുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആകുമ്പോഴാണ് നമ്മൾ ക്യൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇടയ്ക്ക് ക്യൂറിൻ്റെ ഇടയ്ക്കുള്ള ഒരു സമയമുണ്ട്, അതായത് നമ്മൾ അതിന് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കുന്നു മറ്റേതും. അപ്പോൾ ആ ഒരു ടെസ്റ്റുകളിൽ നമ്മൾ വളരെ നോർമലായി വളരെ ജോവിയലായി അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അതുപോലെ കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് ലങ് ക്യാൻസർ. അവിടെ ആക്ച്വലി സർജിക്കൽ റോള് നമ്മൾ പറയുമ്പോൾ ബേസിക്കലി വളരെ ഏർലി സ്റ്റേജ് കേസസിൽ നമുക്ക് സർജിക്കൽ റോളുകൾ നല്ല രീതിയിലുണ്ട്, പക്ഷെ നമുക്ക് പലപ്പോഴും പ്രസന്റേഷൻ വളരെ ലേറ്റ് ആയിട്ടാണ്. അത് വലിയ കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സർജിക്കലി പറ്റുമെന്നുള്ളത്, ലങ് ക്യാൻസർ നമുക്ക് പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റും സർജറി ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിലുള്ള ഏറ്റവും വലിയ ഫാക്ടർ എന്താ വെച്ചാൽ നേരത്തെ കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലങ് ക്യാൻസർ. ലങ് ക്യാൻസറിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നേരത്തെ അതിന് ലക്ഷണങ്ങൾ കാണില്ല. അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ലങ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ പറയാൻ മാഡത്തിന് എന്താണ്? സ്ഥിരമായിട്ട് സ്മോക്കിംഗ് ഒക്കെ ഉള്ള പേഷ്യൻസിന് നമുക്ക് ഒരു ലോ ഡോസ് CT ഒരു ടൈംലി ഇൻ്റർവെല്ലിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഏർലി ഡയഗ്നോസിസ് പോസിബിൾ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ മുമ്പ് സ്മോക്ക് ചെയ്ത് പോയോ, അയ്യോ ഇനി എനിക്ക് നിർത്തണം, നിർത്തിയിട്ടേ കാര്യമുള്ളൂ കേട്ടോ. നിർത്താതെ സ്കീറ്റിങ് ചെയ്തുകൊണ്ട് ഓക്കെ ആണല്ലോ, അപ്പോൾ ഇനിയും വലിച്ചുകൊണ്ടിരിക്കാമെന്നുള്ള ചിന്തയിൽ കാര്യമില്ല. അതൊരു ഇതുവരെ അങ്ങനെ പഠനങ്ങൾ നടന്നിട്ടില്ല. അപ്പോൾ നിർത്തിയവരിൽ അവർക്ക് അസുഖത്തിൻ്റെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്കത് ലോഡോ സീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്കത് തുടക്കത്തിലേ കണ്ടുപിടിക്കാനും വളരെ സുഖകരമായി ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ തന്നെ സർജറി മാത്രം വഴി ചിലപ്പോൾ ട്രീറ്റ് ചെയ്ത്. ലങ് ക്യാൻസറിന്റെ യൂഷ്വൽ പ്രസന്റേഷൻ എന്തൊക്കെയാണ്? എപ്പോഴും ലങ് ക്യാൻസറിന്റെ പ്രത്യേകത നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് മിക്കവാറും പ്രസന്റ് ചെയ്യാറ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ അതിന്റെ ആ ഒരു ലങ്സിന്റെ കുറച്ച് ഭാഗത്തൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ലങ്സിൽ നമ്മൾ അറിയില്ല, കുറച്ച് അധികം ഭാഗത്ത് വന്നാലേ നമുക്ക് ലക്ഷണങ്ങൾ വരുള്ളൂ. ഈ ലങ്ങിന്റെ ഏകദേശം 2/3 ഓഫ് 1 lung is enough ഫോർ എ നോർമൽ. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ആ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുണ്ടാവുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ തീരെ പറ്റില്ല എന്നല്ല, സർജറിയും ചിലപ്പോൾ പറ്റാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സർജറി പറ്റുന്നതിന് മുമ്പ് നമ്മൾ സർജറിക്ക് മുമ്പ് കീമോ കൊടുത്ത് അസുഖത്തെ ചുരുക്കുക. ചില സമയത്ത് കയലുകളിലേക്ക് നന്നായിട്ട് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേജ് 3C എന്നുള്ള സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ നമ്മൾ കീമോ കൊടുത്തതിന് ശേഷം റേഡിയേഷൻ കൊടുക്കുന്ന പരിപാടികളുണ്ട്. ഇനിയിപ്പോൾ 4ാമത്തെ സ്റ്റേജ് ആണെങ്കിൽ തന്നെ ലങ് ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തുന്ന ഒരു കാലമാണിന്ന്. ഇന്ന് നമുക്ക് ഗുളികകൾ വെച്ച് ടാർജറ്റഡ് തെറാപ്പി വെച്ച് ലങ് ക്യാൻസറിനെ ഭംഗിയായിട്ട് കൺട്രോൾ ചെയ്ത് 5-6 വർഷം കഴിഞ്ഞ ആൾക്കാർ നമ്മുടെ അടുത്തുണ്ട്. ആൽക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞ അസുഖങ്ങളിലൊക്കെ നമുക്ക് അവർക്ക് നല്ല ഭംഗിയായിട്ട് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇമ്മ്യൂണോതെറാപ്പിയാണ് പുതിയ ഒരു പറഞ്ഞ പോലെ തന്നെ ന്യൂ കിഡ് ഇൻ ദ ബ്ലോക്ക്. ബേസിക്കലി അപ്പോൾ ലങ് ക്യാൻസർ എന്ന് പറയുന്നത് പത്തോളജിസ്റ്റിന് ഭയങ്കരമായ റോള് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. എന്തൊക്കെയാണ് പത്തോളജിസ്റ്റിന്റെ ലങ് ക്യാൻസറിലെ ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് എന്താണ്? നമുക്ക് മോളിക്കുലാർ ലെവൽ ഓഫ് ഒറിജിൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലങ് ക്യാൻസറിലാണ് വരുന്നത്. EGFR മ്യൂട്ടൻ, അങ്ങനെ ആൽക്ക് മ്യൂട്ടൻ, അങ്ങനെ ഓരോ ടൈപ്പ് നമുക്കതിന് സ്പെസിഫിക് തെറാപ്പി അവൈലബിൾ ആണ്. അപ്പോൾ അത് ടാർഗറ്റഡ് തെറാപ്പി കൊടുക്കാൻ നമുക്ക് ഏറ്റവും സ്കോപ്പുള്ള ഫീൽഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മോളിക്കുലാർ ലെവൽ ഓഫ് ഡയഗ്നോസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അന്ന് പണ്ടൊക്കെ 5 വർഷം സർവൈവ് ചെയ്യുന്ന ലങ് ക്യാൻസറിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു. മ്യൂട്ടേഷനൊക്കെ വന്നതിന് ശേഷം നമുക്ക് കുറേ ആൾക്കാർ അതിലേക്ക് ഇപ്പോൾ ഈവൻ സർജറി കഴിഞ്ഞവരും തിരിച്ചു വരുന്നാൽ പോലും ഇങ്ങനത്തെ മ്യൂട്ടേഷൻ ഉള്ളവർക്ക് നല്ല രീതിയിൽ നമുക്ക് അഡീഷണൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് ഫോളോ അപ്പിൽ കൂടുതലായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഇനി ഞാനൊരു സിനേറിയോ പറയാം. ഇത് ആക്ച്വലി എൻ്റെ അടുത്തൊരു പേഷ്യൻറ്റ് വന്നിട്ട് അല്ലെങ്കിൽ അവർ റിലേറ്റീവ് വന്നിട്ട് ചോദിച്ച ചോദ്യമാണ്. എൻ്റെ റിലേറ്റീവ് വളരെ റുട്ടീൻലി ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്, റുട്ടീൻലി എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ആളാണ്, റുട്ടീൻലി ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിരുന്ന ആളാണ്, അവർക്ക് ക്യാൻസർ വന്നു. ഇങ്ങനെ ഒരാൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും മാഡത്തിൻ്റെ സൈഡിൽ നിന്ന്? ഇതിലാണ് നമ്മുടെ ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ ഫീമെയിൽ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു പാപ്സ്മിയർ റുട്ടീനായിട്ട് ഒരു എവരി 3 years എങ്കിലും ഒരു ആഫ്റ്റർ മാരേജ് നമ്മൾ ചെയ്തിരിക്കണം.
അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ അപ്പം തന്നെ പെയിൻലെസ് ആയിട്ട് ചെയ്തിട്ട് ഒരു വൺ ഡേ 2 ഡേ റിപ്പോർട്ട് കിട്ടുന്ന ഒരു ടെസ്റ്റാണ്. അതൊരു വലിയ പ്രശ്നമല്ല. പിന്നെ ഇന്ന് നമ്മുടെ കേരളത്തിൽ അത് കുറവാണെങ്കിൽ കൂടെ സർവൈക്കൽ ക്യാൻസർ ഇന്ത്യയിലും വളരെ കൂടുതലായിട്ടുള്ള ഒരു ക്യാൻസറാണ് ഫീമെയിൽ. അതും തുടക്ക സ്ഥിതിയിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയ സർജറി വഴി പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഫീമെയിൽസിന് നമ്മൾ സ്തനാർബുദമാണ് ഏറ്റവും അധികം കാണുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് പറയുന്നത് സെൽഫ് എക്സാമിനേഷൻ ആണ്. സെൽഫ് എക്സാമിനേഷൻ, പിന്നെ അതുകൂടാതെ സ്ക്രീനിങ് മാമോഗ്രാം. അത് എസ്പെഷ്യലി ഫോർ ഫാമിലി ഹിസ്റ്ററി ഉള്ള പേഷ്യൻസിന്, അതേപോലെ നമ്മുടെ യങ് റിസ്ക് ഉള്ള പേഷ്യൻസ്. അതുകൂടാതെ നമുക്ക് രക്തത്തിൽ തന്നെ ട്യൂമർ മാർക്കേഴ്സ് പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടാണ് മെയിൽസിൻ്റെ കാര്യത്തിൽ. ഇപ്പം മെയിൽസിലും ഏറ്റവും കോമൺ കാണുന്ന അർബുദമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ളത്. അപ്പോൾ PSA ലെവൽ നോക്കുക, അതൊക്കെ റുട്ടീനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് PSA ലെവൽ ഹൈ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ സ്കാനും അങ്ങനെ അതിൻ്റെ ലെവലിൽ പോകാൻ പറ്റും. എന്താ വെച്ചാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് നമ്മൾ തുടക്കത്തിലേ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ആക്റ്റീവായിട്ട് അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് അത് പൂർണ്ണമായി ക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. ഈവൻ 4th സ്റ്റേജിലെ പല പേഷ്യൻസും മോർ ദാൻ 10 years വളരെ ഈസി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന. മാത്രമല്ല ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അത് പൂർണ്ണമായി ക്യൂർ ചെയ്താൽ മറ്റേ അസുഖം കൊണ്ട് നടക്കാനും വലിയ പ്രശ്നമില്ലാത്തൊരു അസുഖമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അതേപോലെ സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഡോക്ടർ പറഞ്ഞ പോലെ നമുക്കത് പൂർണ്ണമായും തുടക്ക സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും ഭേദമാക്കി ഒരു അസുഖവും ഇല്ലാത്ത രീതിയിൽ എത്രയോ വർഷങ്ങൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ഇന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോൾ അത് തുടക്കത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ മാമോഗ്രാമും സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ആഫ്റ്റർ 50 years കൊളോണോസ്കോപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അറ്റ്ലീസ്റ്റ് മലത്തിൻ്റെ രക്തത്തിൻ്റെ അംശം നോക്കുന്ന ഒരു ടെസ്റ്റെങ്കിലും നമുക്ക് ചെയ്ത്. സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ആക്ച്വലി അത് ഒരു 50 yearsലൊരു തവണ, 60 വയസ്സിലൊരു തവണ, 70 വയസ്സിലൊരു തവണ, വൺസ് ഇൻ എ ഡെക്കേഡോ അല്ലെങ്കിൽ 10 വർഷത്തിലൊരിക്കൽ ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ്. പോളിപ്പ് കണ്ടെത്തുന്നു, പോളിപ്പ് അങ്ങനെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യും, ഔട്ട് ഓഫ് ക്യാൻസർ ആവാൻ പറ്റുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ പോളിപ്പ് ഗ്രോ ചെയ്യാൻ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 years, പലപ്പോഴും 6 months 2 years എടുക്കുന്ന ഒരു ഇതാണ്. മാത്രമല്ല ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ നമുക്ക് കൊളോണോസ്കോപ്പി ഭയമുള്ളവർക്ക് വേണമെങ്കിൽ വിർച്വൽ കൊളോണോസ്കോപ്പി വരെ ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊളോണോസ്കോപ്പിയെ ഭയപ്പെടണ്ട, കാരണം ഇനിയല്ല ഈ ട്യൂബ് കയറ്റുന്ന ടെസ്റ്റും മറ്റതൊക്കെ എനിക്ക് പേടിയാണ്. പക്ഷേ കൊളോണോസ്കോപ്പിക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെറിയ തടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടെ റിമൂവ് ചെയ്ത് കളയാനുള്ള ശേഷി ബാക്കിയുള്ള ടെസ്റ്റുകൾക്ക് ഉണ്ടാവില്ല. പക്ഷേ അതേപോലെ തന്നെ സെൻസിറ്റിവിറ്റിയും മറ്റേതൊക്കെ ഉള്ള ടെസ്റ്റുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാവിയിൽ ഇതൊക്കെ ചെറിയ ചെറിയ ടെസ്റ്റുകളായി മാറും എന്ന് നമുക്ക് വിശ്വസിക്കാം. എനിക്കുള്ളൊരു സംശയമുള്ളത്, നമ്മൾ പണ്ടൊക്കെ ഒരു 60 yearsലേക്കാണ്, ഒരു 50 yearsലേക്കാണ് ഒരു CA ബ്രസ്റ്റ് കണ്ടിരുന്നത്. ഇപ്പോൾ അത് ഏജ് കുറച്ചും കൂടി കുറഞ്ഞ പോലെ. അപ്പോൾ അതിനുള്ള കാരണം നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത്, പിന്നെ നമ്മുടെ ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ, നമുക്ക് പ്രഗ്നൻസിയുള്ള സ്റ്റൈലിലുള്ള വ്യത്യാസങ്ങൾ എല്ലാം അതിനൊരു കാരണമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പണ്ട് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ വളരെ കുറവായിരുന്നു. ഇന്ന് പക്ഷേ നേരത്തെ കണ്ടുപിടിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ചികിത്സ കൊടുക്കാനും സാധ്യമാകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്യാൻസറുകളെല്ലാം ചെറുപ്രായക്കാരിൽ വരില്ല എന്നൊന്നുമില്ല. ഓരോ ടൈപ്പ് ക്യാൻസറിനനുസരിച്ചുള്ള ചികിത്സകൾ വ്യത്യസ്തമാണ്. അത് പിന്നെ ഇപ്പോൾ നമ്മൾ ലിംഫോമകളും മറ്റേതൊക്കെ ചെറുപ്പക്കാരിൽ വരുന്നതാണ്. പക്ഷെ അതൊക്കെ ആ സമയത്ത് പൂർണ്ണമായും നമുക്ക് ഭേദമായി അവർ നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന രീതിയിൽ കാര്യങ്ങൾ ഇന്ന് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ സംസാരിച്ചത് ക്യാൻസർ എന്താണ്, അതിന് നമ്മൾ എന്തെല്ലാം രീതിയിലുള്ള ചികിത്സകളുണ്ട്, അതിനെപ്പറ്റി നമ്മൾ അനാവശ്യമായി പേടിക്കേണ്ട ആവശ്യമുണ്ടോ, ഇനി ക്യാൻസർ ഉള്ള ആളുകൾ അതിനെപ്പറ്റി എങ്ങനെ നമ്മൾ ആ അസുഖത്തെ എങ്ങനെ നേരിടാം, മറ്റുള്ള അസുഖം പോലെ തന്നെ വളരെ സിമ്പിളായി വളരെ നല്ല രീതിയിൽ ചികിത്സിച്ച് മാറ്റാവുന്ന ക്യാൻസറുകളുമുണ്ട്. ഇനി ക്യാൻസറുകൾ മറ്റുള്ള പടർന്ന ക്യാൻസറുകളാണെങ്കിൽ പോലും അതിന് നല്ല രീതിയിലുള്ള ചികിത്സകളും സംവിധാനങ്ങളും ഇന്ന് എല്ലായിടത്തും അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പ്രത്യാശയോടെ നിർത്തുന്നു. നന്ദി.